ഒരു വർഷബാഷ്പമായി എന്നെ പുണരുവാൻ കൈയെത്തും മഴക്കാലമേ, ഒരു കാത്തിരിപ്പിൻ്റെ തീ കണ്ണിലെരിയുമ്പോൾ ഉരുകുന്നു ഞാനുമീ പൊരിവേനലിൽ, ഉരുകുന്നു ഞാനുമീ പൊരിവേനലിൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിശുദ്ധിയിലേക്ക് ഇങ്ങനൊരു പ്രോഗ്രാമിന് ക്ഷണിച്ച വളരെയധികം സന്തോഷം. ഇബ്രാഹിം കൂട്ടമംഗലം, നമസ്കാരം. നമ്മൾ വിശുദ്ധി ഒരു കേരളത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്, ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് ആദ്യത്തെ ചുവട് വയ്ക്കുന്ന സമയത്ത് എനിക്കും കൂടി പങ്കാളിയാവാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കേൾക്കുന്നുണ്ടോ സായി ചേട്ടാ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ ലൈവ് ഇരുന്ന അത്ര ശീലമൊന്നുമില്ല. കവിതകൾ ഇങ്ങനെ പാടിയിടാറുണ്ടെങ്കിലും ലൈവ് വന്നിട്ടില്ല അങ്ങനെ. അപ്പം എന്നാലും ഹായ് ശ്രീജിത്ത്, നമസ്കാരം. അപ്പോൾ വിശുദ്ധിയുടെ ആദ്യപടിയായിട്ട് നമ്മുടെ ലക്ഷ്മണൻ സാറും മോഹനൻ പിള്ള സാറും സായി ചേട്ടനും കൂടിയിട്ട് തൃശ്ശൂർ വന്നു. തൃശ്ശൂരായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഇത്. നമ്മൾ അയ്യന്തോള് പോയി നാരായണ സാറിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് കൂടുതൽ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും മാക്സിമം ഇനിയും നിൽക്കും. അപ്പോൾ ഇന്ന് ലീവായിരുന്നു ഓഫീസിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കയറിയത്. അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സൺഡേ വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ന് ചെയ്യാം, ഇനിയിപ്പോൾ നാളെ ഇനി അടുത്ത സൺഡേ വരെ കാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കഥ പറയാനാണ് സായി മാഷ് പറഞ്ഞിരിക്കണേ. അപ്പോൾ കവിത അങ്ങനെ പാടാനൊന്നും അറിയത്തില്ല. ഇതാരാ? ദേവദാസ് സാർ, നമസ്കാരം. ദേവദാസ് സാറ് നമ്മുടെ ഒരു വലിയ ഫാനാണ്, എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്രതീക്ഷിതമായിട്ട് കൃതി ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് സാറിനെ കണ്ടിരുന്നത്, പരിചയപ്പെട്ടത്. അപ്പോൾ സാറ് വളരെയധികം സപ്പോർട്ടീവാണ്. എൻ്റെ പുസ്തകത്തെ കുറിച്ചിട്ട്, നമ്മുടെ ഡേജാവുവിനെ കുറിച്ചിട്ട് വളരെ ഒട്ടും അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു കമൻറ്റ് തന്നു. അപ്പോൾ എത്ര പേരായി? 1 2 3 4. നമുക്ക് തുടങ്ങാറായോ? ഞാൻ എന്ത് വായിക്കണമെന്ന് എനിക്കിപ്പോഴും ഒരു ധാരണയില്ല. ഞാനിങ്ങനെ സന്തോഷിച്ച് ഗാനത്തിൻ്റെ ഒരു കഥ എടുത്തിട്ട് വായിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒക്കെ വലിയ വലിയ കഥകളാണ്. നമുക്ക് ഇപ്പോൾ ഈ ചെറിയൊരു ലൈവിൽ അത് വായിച്ചെത്താൻ പറ്റുമോ എന്ന് സംശയമാണ്. നമുക്ക് തുടങ്ങാറായാൽ പറയണം കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരാനുണ്ടല്ലോ. ഹായ് ജോളി സാർ, നമസ്കാരം. നമ്മുടെ സഹപ്രവർത്തനാണ് ജോളി സാറ്. അപാരമായ ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ഇന്നാളാണ് പേപ്പറിൽ വന്നത്. കുഞ്ഞിലെ വരച്ചൊരു ഡ്രോയിങ് കാർട്ടൂണിസ്റ്റായിട്ട്. സന്തോഷം ജോളി സാർ. പിന്നെ ഒക്കെ നമ്മുടെ KSBയുടെ ആൾക്കാരാണ് അധികം തോന്നുന്നു. അപ്പോൾ അത് കാരണം എന്തായാലും ഒന്ന് എല്ലാവരും വരുമ്പോഴേക്കൊരു കവിത അങ്ങനെ പണ്ടൊക്കെ കവിതകൾ എഴുതിയിരുന്നത്. അപ്പോൾ അത് പാട്ട് കവിതയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിക്കണം നമുക്ക്. എന്താ വേണ്ടേ? കഥ വേണോ കവിത വേണോ? ഒരു ചെറിയ ഗദ്യ കവിത മാഗസിനിൽ വന്നത് വായിക്കാം. ഓക്കെ. ഹായ് സുരേഷ് സാർ നമ്മുടെ ബഡ്ഡിയാണ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. സ്നേഹം. പുഴയവൾ കേട്ടോ.
പുഴയവൾ എൻ്റെ ഒരു പഴയ കവിതയാണ്. ഇതുവരെ ഞാൻ എഴുതാത്ത നീണ്ട ഒരൊറ്റവരി കവിത. അഴിച്ചിട്ട നീണ്ട മുടി ഇളവയിലിൽ ഉണക്കാനിട്ട ഉടൽ നഗ്നയായ ഗ്രാമീണ പെൺകുടി. മുഖം ചുവപ്പിച്ച സന്ധ്യ നിന്റെ പൂവുടലിൽ സിന്ദൂരം ചാർത്തും മുൻപേ ഉടുചേല വാരിച്ചുറ്റി ഇരുളിൽ മറയുക. മുഖം ചുവപ്പിച്ച സന്ധ്യ നിന്റെ പൂവുടലിൽ സിന്ദൂരം ചാർത്തും മുൻപേ ഉടുചേല വാരിച്ചുറ്റി നീ ഇരുളിൽ മറയുക. ഞണ്ടുകൾ നടന്നു തുടങ്ങിയ നിന്റെ കേശഭാരത്തിൽ പുരണ്ട കരിമണൽ കവർന്നെടുക്കാൻ വരുന്നവരിൽ നിന്നും വേനലിൻ്റെ വിയർപ്പ് തുള്ളി ഇറ്റിച്ച് മണ്ണിലേക്ക് മടങ്ങുക. വേനലിൻ വിയർപ്പ് തുള്ളി ഇറ്റിച്ച് മണ്ണിലേക്ക് മടങ്ങുക. വിറയ്ക്കുന്ന വിരലാൽ പൂഴിമണ്ണിൽ ഞാൻ എഴുതാം നിനക്ക് സ്വസ്തി. പുഴയവൾ ഇപ്പോൾ എന്നിലേക്ക് ചുരുങ്ങിയ ഏറ്റവും ചെറിയ ഒരു പുഴയവൾ ഇപ്പോൾ എന്നിലേക്ക് ചുരുങ്ങിയ ഏറ്റവും ചുരുങ്ങിയ ഒരു ഒറ്റവരി കവിത. ഇതൊരു ഇഷ്ടപ്പെട്ടോന്നറിയില്ല. എങ്ങനെയുണ്ട് പുഴയവൾ? പുറത്ത് കിളികളുടെയും ചീവീടുകളുടെയും ശബ്ദം വരുന്നുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് ഒരു മഴച്ചാർത്ത് എന്ന് പറഞ്ഞൊരു കവിത ചൊല്ലിയാലോ? ഒരു പാട്ട്. ഇടയ്ക്കിടയ്ക്ക് മുൻപൊക്കെ ഈ പാട്ടുകൾ പാടാനറിയുന്നവരെ കൊണ്ട് പാടിക്കാറുണ്ട്. എനിക്ക് പാടാനറിയില്ല, എങ്കിലും ഞാൻ വെറുതെ എഴുതി ഇങ്ങനെ മൂളാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലോ എന്നാ? മഴച്ചാർത്ത്. ഒരു വർഷബാഷ്പമായി എന്നെ പുണരുവാൻ കൈയെത്തും മഴക്കാലമേ, ഒരു കാത്തിരിപ്പിൻ്റെ തീ കണ്ണിലെരിയുമ്പോൾ ഉരുകുന്നു ഞാനുമീ പൊരിവേനലിൽ, ഉരുകുന്നു ഞാനുമീ പൊരിവേനലിൽ. ഒരു മേഘശബ്ദമായി എന്നെ ഉണർത്തിയോ മഴക്കാറുകൾ തിങ്ങിയ മൂകതയിൽ, ഒരു കുഞ്ഞു കാറ്റിൻ്റെ കൈവിരൽ തുമ്പിനാൽ പിച്ച വയ്ക്കുന്നു നീ തൊടിയിലെങ്ങും, പിച്ച വയ്ക്കുന്നു നീ തൊടിയിലെങ്ങും. ഒരു സന്ധ്യ ചാലിച്ച കുങ്കുമം കവിളിലൻ ഋതുശോണിമ തീർത്ത ചുംബനമായി, ഒരു ഹർഷബാഷ്പമായി ഈ മഴ നനയുവാൻ ഞാനും വരട്ടെയോ പുൽക്കൊടിയേ, ഞാനും വരട്ടെയോ പുൽക്കൊടിയേ, ഞാനും വരട്ടെയോ പുൽ. ഇതെൻ്റെ ആദ്യ കവിതകളിൽ ഒന്നാണ്. ആദ്യത്തെ കവിത മഴച്ചാർത്ത്. മൺസൂൺ എന്ന ആദ്യം എഴുതി, പിന്നെ മഴച്ചാർത്ത് എന്ന് പേര് മാറ്റി. അതെങ്ങനെ ഒന്നും പറയുന്നില്ല ആരും. ബോറാണെങ്കിൽ നമ്മൾ കവിത ചൊല്ലൽ നിർത്തൂ. പാട്ടൊന്നും കാര്യമായിട്ട് അറിയാത്ത ഒരാളാണ്. ശിവാനി, ഹായ് ശിവാനി. കേൾക്കുന്നുണ്ട്? ആരൊക്കെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയുന്നില്ല. നാരായണ സാറ് കുഴപ്പമുണ്ടോ? പാട്ട്, ശ്രുതി, രാഗം, താളം, ലയം ഇതൊന്നും എന്നോട് പറയരുത്. കവിതയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഫേമസ് സിംഗർ സാബുമോൻ PV എത്തിയിട്ടുണ്ട്. നമസ്കാരം സാബുമോൻ. അപ്പോൾ ഒരു കവിതയും കൂടെ ചൊല്ലിയാലോ നമുക്ക്? സനാതൻ. ഞാനോ സനാതൻ, മണ്ണിലിരവിന്നു കൂട്ടായി
വരച്ചവൻ, മണ്ണിൽ കർണന്റെ പാത പിന്തുടർന്നവൻ. ഞാനോ സനാഥൻ. പരിഹാസശരങ്ങൾ തൻ കുത്തേറ്റവൻ, അച്ഛനാരെന്നറിയാ തുലകം തിരഞ്ഞവൻ. മറപറ്റിയെത്തിയ മുഖം മൂടികളിലെന്നും ജനകന്റെ പൊയ്മുഖം തേടിയലഞ്ഞവൻ. ഉലയുന്ന ഉടയാടകളിൽ കണ്ണുനീരൊളിപ്പിച്ച് വഴിക്കണ്ണുമായി നിൽക്കും അമ്മ തന്നോർമ്മകൾ. ഇനി വരില്ലെന്ന് മൗനമായി ചൊല്ലി അരുമയാമെന്നോട് മാപ്പു ചോദിക്കുന്നു. നിറയുമീ വിഷാദവക്ത്രം മറച്ചൊരമ്മതൻ കർണത്തിലിന്നുമീ ഈരടികൾ. ലാത്തിതൻ മൂളലും ബൂട്ടിൻ്റെ ശബ്ദവും ഓടിയകലുന്ന കാലടിയൊച്ചയും അമ്മ തന്നപരാധമൊക്കെയും മറക്കാം ഞാനച്ഛൻ്റെ സ്നേഹം ഭിക്ഷയായി ലഭിക്കുകിൽ. ഞാനോ സനാഥൻ. മണ്ണിലിരവിന്നു കൂട്ടായി മുഖം മറച്ചവൻ, ഭിക്ഷാം ദേഹിയായി പിതൃത്വവും തേടി ഇനിയും ഈ ഭൂവിൽ അലയുവതില്ല ഞാൻ. ആരോരുമറിയാതെ തെരുവിൽ പിറക്കും അനാഥ മക്കൾക്കിന്ന് നാഥനായി മാറും. ഞാനോ സനാഥൻ. സ്നേഹ ഭിക്ഷയ്ക്ക് കാതോർക്കുന്നവർക്ക് നിറദീപമായി മാറും. ഞാനോ സനാഥൻ. ഞാനാ സനാഥൻ. താങ്ക് യു. എങ്ങനെയുണ്ട്? പഴയൊരു കവിതയായിരുന്നു സനാഥൻ. ഇത് എവിടെയും ഞാൻ ചൊല്ലിയിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രയൽ അടിച്ചത്. പണ്ട് എഴുതി വെച്ചതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സൂര്യാറാം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇത് പാടി നല്ല അസലായിട്ട് പാടിയിരുന്നു. അപ്പോൾ കഥ വായിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ സായി ചേട്ടൻ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനേ ബാക്കി വായിക്കണോ? എൻ്റെ കഥ തന്നെ വായിച്ചാൽ മതിയോ? ഞാൻ വെള്ളാട്ടം വായിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. വെള്ളാട്ടം പക്ഷെ എൻ്റെ കയ്യിൽ ടൈപ്പ് ചെയ്തത് കയ്യിലില്ല. അപ്പം അതുകൊണ്ട് എന്ത് വായിക്കണം എന്നാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ദേജാവൂല തന്നെ ഒരു കഥ വായിക്കാം അല്ലേ? എല്ലാവരും തിരക്കിലാണോ? നമ്മുടെ ഓക്സിറ്റോസിനുകൾ എന്ന കഥ വായിക്കാം. ഇച്ചിരി വലിയ കഥയാണ്, എല്ലാവരും ക്ഷമയോടെ കേൾക്കണം. ആരും പോവരുത്. എൻ്റെ കഥാവായനയുടെ ശക്തിയിൽ ആരും ഓടിപ്പോവരുത്. ഓക്കെ, വായിച്ചോട്ടെ. ഓക്സിറ്റോസിനുകൾ. സർ,
അവനെ വെറുതെ വിടരുത്. പറ്റുമെങ്കിൽ തൂക്കുകാർ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഒട്ടുമിക്ക ദിവസവും അതിരാവിലെ വടക്കേത്തൊടിയിൽ പേരമരക്കൊമ്പിൽ വരാറുള്ള വെളുത്ത വലിയ നീളൻ വാലുള്ള വാലാട്ടിക്കിളിയുടെ ഉറച്ചതെങ്കിലും നനുത്ത ശബ്ദം പോലെ തോന്നിച്ചു അഡ്വക്കേറ്റ് ഭരത് ഭാസ്കറിനെ. കൺസൾട്ടിംഗ് റൂമിൽ കൂന കൂട്ടിയിരിക്കുന്ന കേസ് ഫയലുകളിൽ നിന്ന് പതിയെ തല ഉയർത്തി നോക്കി. നരച്ച കണ്ണുകളുള്ള പെൺകുട്ടി. സ്വപ്നം നട്ടുവളർത്തുന്ന അരളിപ്പൂക്കൾ ഇരുത്തെടുത്ത് അവൾ പൂപ്പാത്രമൊരുക്കി. പൂക്കൾ അടർന്നുണങ്ങിയ തണ്ടിന് വിളർത്ത പൗർണമിയുടെ നിറം. അവളുടെ കണ്ണുകൾക്കും. തലേദിവസം വായിച്ച നന്ദിതയുടെ കവിത പോലെ തോന്നി അയാൾക്ക് അവളെ കണ്ടപ്പോൾ. ചെറുപ്പക്കാരനല്ലെങ്കിലും ചെറുപ്പം വിടാത്ത കുസൃതി കണ്ണുകളുള്ള നാട്ടിലെ സമർത്ഥനായ ക്രിമിനൽ വക്കീലായിരുന്നു അഡ്വക്കേറ്റ് ഭരത് ഭാസ്കർ. അയാൾ ഒരു കേസ് ഡയറിക്ക് വേണ്ടിയുള്ള റിസർച്ചിലായിരുന്നു. ലവ് ഹോർമോണുകൾ പ്രധാനമായും 3 തരം. ലസ്റ്റ് അഥവാ കാമത്തെ ഉദ്ദീപിക്കുന്ന ടെസ്റ്റോസ്റ്റെറോണും ഈസ്ട്രജനും. അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണത്തിന് ഡോപ്പാമൈനും. അറ്റാച്ച്മെൻറ്റിന് അത് ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിലും തോന്നാട്ടോ. ഓക്സിറ്റോസിനും വാസോപ്രസിനും. യെസ്, ഇതിലേത് ഹോർമോണിൻ്റെ ആധിക്യമാണ് തൻ്റെ കക്ഷിയെ മനോരോഗിയാക്കി തീർത്തത്? വൈകല്യം മൂർച്ഛിച്ച് ഈ കുറ്റം ചെയ്യിച്ചത്? എവിടെയെങ്കിലും അനുകൂലമായൊരു ലൂപ്പ് ഹോൾ? തൻ്റെ ജോലി അതാണല്ലോ. കക്ഷി എത്ര വലിയ ക്രൂരനാണെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. പ്രണയനൈരാശ്യം മൂത്ത് 4 വർഷം പ്രേമിച്ച തൻ്റെ പ്രാണഭാജനത്തെ അവളുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ഇറങ്ങിയതാണവൻ. അന്ന് രാവിലെ മുതൽ കൂട്ടുകാരൊത്ത് നിറമില്ലാത്ത സ്മിർനോഫിൻ്റെയും 2 കുപ്പി മാജിക് മൊമെൻറ്റിൻ്റെയും ലഹരിയിലായിരുന്നു. കൂട്ടത്തിൽ എവിടെ നിന്നോ സംഘടിപ്പിച്ച അല്പം ഹാഷിഷുമുണ്ട്. ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിൽ നിന്നും ഊറ്റിയ പെട്രോളുമായി അർദ്ധരാത്രി അവളുടെ വീടിൻ്റെ വാതിലിൽ ചെന്ന് മുട്ടി. വാതിൽ തുറന്ന വീട്ടുകാർ കണ്ടത് ഒരു മനുഷ്യൻ പച്ചയ്ക്ക് നിന്ന് കത്തുന്നതാണ്. അവളോടുള്ള ദേഷ്യം അവൻ സ്വയം തീർത്തതാണത്രേ. ആദ്യമൊന്ന് പകച്ചെങ്കിലും ആ വീട്ടുകാർ ആംബുലൻസ് വരുത്തി അവനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ ആത്മഹത്യാശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അനന്തരം അവൻ അറിഞ്ഞു, ലഹരിയുടെ ഭ്രാന്തിൽ മനോനില നഷ്ടപ്പെട്ട അവന് വീട് മാറിപ്പോയെന്നു. ആരടി അവൾ എന്ന ഒറ്റ ചോദ്യത്തിൽ ആ വീട്ടിലെ പെൺകുട്ടിയും അവളുടെ ഭർത്താവും ഇപ്പോൾ വിവാഹമോചന കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കണ്ടുനിന്ന ആ പയ്യൻ്റെ അമ്മ പ്രഷർ തലയ്ക്കടിച്ച് ICUവിലാണെന്നും ഫ്ലാഷ് ബാക്കിൽ നിന്നും ഓക്സിറ്റോസിനുകളുടെ ഡാറ്റ കളക്ഷനിലേക്കും അവിടെ നിന്ന് തല ഉയർത്തിയ വക്കീലിലേക്കും. ഞാൻ എവിടെയാണ് ആലിപ്പഴം പോലത്തെ വെള്ളാരം കണ്ണുള്ള ഈ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളത്? അഡ്വക്കേറ്റ് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു. താൻ വായിച്ചു കൂട്ടിയ ഏതെങ്കിലും കഥയിലെ കഥാപാത്രമാണോ? ഹേയ്, അല്ല. 45 വയസ്സേ ഉള്ളുവെങ്കിലും ഈ ഇടയായി തന്നെ അൽഷിമേഴ്സ് ബാധിച്ചു തുടങ്ങിയോ? ഒന്നും തന്നെ ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഓ, ഇപ്പോൾ ഓർമ്മയുടെ തുണ്ടുകളിൽ വെളിച്ചം വീണിരിക്കുന്നു. 2.5 വർഷം മുമ്പ് തൻ്റെ വീട്ടുപടിക്കൽ ദിവസങ്ങളായി കുളിക്കാതെ മുഷിഞ്ഞ വേഷത്തിൽ ഒരു ഒറീസക്കാരൻ പയ്യൻ വന്ന് വിളിച്ചത്. പകൽമൂങ്ങയെ പോലെ കുറിയ ബ്രൗൺ നിറമുള്ള പാതിയടഞ്ഞ കണ്ണുകളിലേക്ക് എണ്ണമയമില്ലാത്ത ചെമ്പൻ മുടി പാറി വീണിരിക്കുന്നു. സാബ്ജി മുझे एक नौकरी दीजिए ना. വക്കീലിന് പെട്ടെന്ന് ആളെ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച വിളിച്ച ഒരു പെറ്റി കേസിലെ പ്രതിയാണ്. പേര് കേതൻ ഗോച്ചായത്ത്. കൂട്ടം കൂടി വെള്ളമടിച്ച് പാൻ മസാലയുടെ കച്ചവടം നടത്തുകയും പോക്കറ്റ് അടിക്കുകയും ചെയ്ത ഒരു കൂട്ടം ചെറുപ്പക്കാരായ ഒറീസക്കാരുടെ കൂട്ടത്തിൽ പിടിയിലായ ഒരുത്തൻ. അവനെന്ന് ഒരു ഭ്രാന്തനെ പോലെ പ്രതിക്കൂട്ടിൽ നിന്നലറി വിളിച്ചത് ഇപ്പോഴും ഓർമ്മയുടെ ഞരമ്പുകളെ വെല്ലുവിളിച്ചെത്തുന്നുണ്ട്. मैंने चोरी नहीं किया साहब, मेरे पास पान भी नहीं, मैंने कुछ नहीं किया, मुझे छोड़ दो, मैंने चोरी नहीं की. IPC സെക്ഷൻ 276 പ്രകാരം
പൊതുജനാരോഗ്യത്തെ നശിപ്പിക്കുന്ന വസ്തുക്കളുടെ വിൽപ്പനയ്ക്കാണ് അകത്തായതെങ്കിലും പിടിച്ചെടുക്കുമ്പോൾ കയ്യിൽ തൊണ്ടുമുതൽ ഒന്നുമില്ലാത്തതിനാലും 5000 രൂപ പിഴ മാത്രം അടച്ച് 6 മാസം തടവ് ശിക്ഷ ഒഴിവാക്കി അവനെ രക്ഷിക്കാൻ സാധിച്ചതെന്ന് താനാണ്. ആ നന്ദി അവന് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ധൈര്യത്തിലാണ് ഇപ്പോൾ പണി ചോദിച്ച് അവൻ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത്. 40 സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ. വാഴക്കൃഷിയും ജാതിയും എല്ലാം ഉണ്ട്. തൽക്കാലം പുറം പണിക്കും കടയിൽ പോകാനുമൊക്കെ ഭാര്യയ്ക്ക് ഒരു സഹായമാകുമല്ലോ എന്ന് കരുതിയാണ് പണിക്ക് നിർത്തിയത്. വക്കീലിൻ്റെ കണ്ണുകൾ വീണ്ടും ഫയലുകളിലേക്കും തൊടിയിലെ ചുവന്ന പേരയ്ക്കാക്കൊമ്പിലേക്കും പറന്നു. തലേന്നത്തെ കാറ്റിൽ പൊഴിഞ്ഞ ഗുൽമോഹർ പൂക്കളിലേക്ക് ഹൃദയം ഒഴുകി പൂർവാധികം ശക്തിയോടെ അവിടെ ഒരു രക്തപ്പുഴ തീർത്തു. ചെമ്പൻ മുടിയുള്ളവൻ ദാനം ചെയ്ത സമയപ്പൂക്കൾ. ഇപ്പോഴൊരു മഴ പെയ്തിരുന്നെങ്കിലെന്നയാൾ അതിശക്തമായി ആഗ്രഹിച്ചു. താൻ ഇവിടെ തന്നെ ഇരുന്ന് മഴ നനഞ്ഞ് ഈ ഗുൽമോഹർ പൂക്കൾ കാലിൽ തടഞ്ഞ് വീണ്ടും ഒഴുകിപ്പോകുന്നത് നോക്കിയിരിക്കും. ഒഴുകിപ്പോകുന്നൊരു പുഴ അയാളുടെ ഉള്ളിലിരുന്ന് എന്തൊക്കെയോ ഓർമ്മിപ്പിച്ചു. മഴനൂലുകൾക്കിടയിലൂടെ പുഴ നോക്കുമ്പോൾ നനഞ്ഞ കണ്ണുകളിൽ ആരുടെയോ വിരൽസ്പർശം. ഓക്സിറ്റോസിനുകൾ ഒരു പഴയ നാലുകെട്ടിൻ്റെ പടി കയറി ഒരു ധാവണിയിൽ ഉടക്കി നിന്നു. എണ്ണ കൊടുക്കാതെ ഗേറ്റ് തുറക്കുന്ന കരകര ശബ്ദം. അതവനാണല്ലോ, ആ ചെമ്പമുടിയുള്ള കുറിയ കണ്ണുള്ളവൻ, എൻ്റെ ഉറക്കം തടസ്സപ്പെടുത്താൻ വന്നവൻ. സാധു. പ്രായത്തിനേക്കാൾ പരുക്കൻ ശബ്ദത്തിലുള്ള അവൻ്റെ വിളി കേട്ട് തല ഉയർത്തി നോക്കിയപ്പോൾ അവൻ ഒരു വശത്തേക്ക് മാറി നിന്നു. പുറകിൽ നനഞ്ഞ മണ്ണിൻ്റെ നിറമുള്ള അലിക്കുവെച്ച മുക്കാൽ പാവാടയും നീലയിൽ പച്ച പുള്ളികളുള്ള ബാന്തിനി ബ്ലൗസിട്ട വെള്ളാരം കണ്ണുള്ളൊരു പെൺകുട്ടി. പെട്ടെന്ന് കൈതപ്പൂക്കളുടെ മണമുള്ള ഒരു കാറ്റ് വീശി. അവളുടെ മുഖം പാതി മറച്ച് തലയിലൂടെ അവളുടെ ഒരു നീലാകാശം മുഴുവനും വരച്ചിട്ടിരുന്നു. ഇടയ്ക്ക് ഒരു കോള് വരുന്നുണ്ടായോ? അതെ, ഓഫീസിൽ നിന്ന് കേട്ടോ. പുറകിൽ നനഞ്ഞ മണ്ണിൻ്റെ നിറമുള്ള അലിക്കുവെച്ച മുക്കാൽ പാവാടയും നീലയിൽ പച്ച പുള്ളികളുമുള്ള ബാന്തിനി ബ്ലൗസുമിട്ട വെള്ളാരം കണ്ണുള്ളൊരു പെൺകുട്ടി. പെട്ടെന്ന് കൈതപ്പൂക്കളുടെ മണമുള്ള ഒരു കാറ്റ് വീശി. അവളുടെ മുഖം പാതി മറച്ച് തലയിലൂടെ ചുറ്റിയിട്ടിരുന്ന ചന്തേരി ഷാളിനെ ഒന്ന് പറത്തി. അവളുടെ കണ്ണുകളിൽ ഒരു നീലാകാശം മുഴുവനും വരച്ചിട്ടിരുന്നു. എന്ത് പ്രസരിപ്പാണ് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ. മഴവില്ലിൽ നിന്നും ഒരു വയലറ്റ് നിറമിറങ്ങി 2 മെഴിക്കോണിലും ഒരു നീലക്കുറിഞ്ഞ് വസന്തം തീർത്ത പോലെ. ഒരു കവിത എഴുതാൻ തോന്നി വക്കീലിനപ്പോൾ. നഗരത്തിലെ പലചരക്ക് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിർത്തി. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയാൽ മുന്നിൽ നിരത്തി വെച്ച ചാക്കുകളിൽ നിന്ന് അട്ടയരി വായിലിട്ട് അവൻ സോനു നിഗാമിൻ്റെ ശബ്ദം അനുകരിച്ച് മെല്ലെ പാടും. ഹംകോ സിർഫ് തുംസെ പ്യാർ ഹേ, ഹംകോ സിർഫ് തുംസെ പ്യാർ ഹേ. അങ്ങനെ അരിമണിക്കൊപ്പം പാടിപ്പാടി അവൻ അവളുടെ വെള്ളാരം കണ്ണുകളുടെ തിളക്കം കൂട്ടി. അവൻ്റെ ചെമ്പമുടിയിലും വിടർന്ന ചിരിയിലും ജാനവി ഫ്ലാറ്റ്. ജാനവി, അതായിരുന്നു അവളുടെ പേര്. വെളുത്ത് കൊലുന്തനെയുള്ള ആ പെൺകുട്ടി. സ്നേഹത്തോടെ ജാൻവി എന്ന് വിളിക്കും ഇവിടെ എല്ലാവരും. മുമ്പെങ്ങോ റോഡ് പണിക്ക് വേണ്ടി ബീഹാറിൽ നിന്നും വന്ന പണിക്കാരുടെ കൂട്ടത്തിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നു. അമ്മ പണ്ടേ മരിച്ചുപോയി. തൃശ്ശൂർ പാലക്കാട്ട് ഹൈവേയിൽ റോഡ് പണി നടക്കുന്നതിനിടയിൽ കുതിരാനിലുണ്ടായ മണ്ണിടിച്ചിലിൽ അച്ഛനും മരിച്ചുപോയതിൽ പിന്നെ അവൻ തനിച്ചായി. വീട് ഒരു വലിയ പ്രതിമ പോലെയായി. അവൻ അവളെ വിളിച്ചുകൊണ്ട് യാത്ര പറയാനായി വന്നു. ഭാര്യ വൃന്ദയോടും തന്നോടും വിവരം പറഞ്ഞ് അവരിറങ്ങിയത് ഒരു മൂടിക്കെട്ടിയ സന്ധ്യയിലേക്കായിരുന്നു. തെരുവീതികൾ പതിവില്ലാത്തവണ്ണം ഒറ്റപ്പെട്ടു പോയിരുന്നു. ആകാശം അവളുടെ കണ്ണുകളിലെ വയലറ്റ് നിറം കടമെടുത്ത് കാർമേഘങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയിരുന്നു. മണ്ണ് മഴ നനഞ്ഞു തുടങ്ങിയിരുന്നു. മഴയിൽ വെളുത്ത മന്ദാരപ്പൂക്കൾ കൊഴിയാൻ മടിച്ച് ഒറ്റ ഇതളുമായി തണ്ടിനെ പറ്റിപ്പിടിച്ചു നിന്നു. പിന്നീട് അവനെ കാണുന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. കാക്കിയിട്ട പോലീസുകാർ കയ്യാമം വെച്ച് കോടതി വളപ്പിൽ നിന്നും പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. സ്വതവേ കൂമ്പിയ അവൻ്റെ കണ്ണുകൾ
തന്നെ നേരിടാനാവാത്ത മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നത് കണ്ടു. തുടർന്ന് സഹപ്രവർത്തകനായ വക്കീലന്മാരുടെ വാദപ്രതിവാദങ്ങൾ അവ്യക്തമായി കേട്ടു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഇതൊക്കെയാണ് ആദ്യം പുറത്തു വന്നത്. കേതൻ പണിക്കു നിന്ന സ്ഥലത്തെ ഉടമയായ സുന്ദരിയായ സ്ത്രീ തൊട്ടടുത്ത കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞാണ് ചീഞ്ഞളിഞ്ഞ് മീനുകൾ കൊത്തി വികൃതമാക്കപ്പെട്ട നിലയിൽ ചാക്കോടുകൂടി ശവം പൊന്തിയത്. അവർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ കുറച്ചു നാളായി സഹായത്തിന് കേതൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വല്ലപ്പോഴും മാത്രം വിരുന്നിനെത്തുന്ന ബന്ധുക്കൾ. മക്കളില്ലാത്തതിനാൽ ഭർത്താവ് പണ്ടേ അവരെ ഉപേക്ഷിച്ച് വാരാണസിയിലേക്ക് നാടുവിട്ടിരുന്നു. ബന്ധുജനങ്ങളെയും അയൽക്കാരെയും ആക്രിസാധനങ്ങൾ വിൽക്കാൻ ഇടയ്ക്ക് വരുന്ന തമിഴന്മാരുടെയും ഊഴം കഴിഞ്ഞപ്പോൾ അന്വേഷണം സ്വാഭാവികമായും കേതനിലേക്ക് നീണ്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മരണകാരണം തലക്കേറ്റ ആഘാതമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇത് ആത്മഹത്യയല്ല, കൊലപാതകം തന്നെ, ചിലപ്പോൾ ഒരു ലൈംഗിക പീഡനത്തിനും സാധ്യതയുണ്ട്. പക്ഷേ ആ വീട്ടിൽ മോഷണശ്രമം നടന്നതിൻ്റെ യാതൊരു തെളിവുകളുമില്ല. അഡ്വക്കേറ്റ് ഭരത് ഭാസ്കറിൻ്റെ ചിന്തകൾ മരണം നടന്ന വലിയ പുരയ്ക്കൽ തറവാടിന് ചുറ്റും ഒരു പ്രേതം കണക്കെ അലഞ്ഞു നടന്നു. ചോദ്യം ചെയ്യലിൽ കേതനിൽ നിന്ന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. വിളറി വെളുത്ത ആകാശവുമായി ഇതിനിടയിൽ ജാനവി. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പ്രാപിച്ചവനെ ഉൾക്കൊള്ളില്ല. ഉള്ളിൽ കത്തുന്ന കനലുമായി അവൾ പറഞ്ഞു, സർ, അവനെ വെറുതെ വിടരുത്. അവളുടെ വെള്ളാരം കണ്ണുകളിൽ നിന്ന് വെളുത്ത പ്രകാശത്തെ മറച്ച് ഭയവും നിസ്സഹായതയും മെലിച്ചു നിന്നു. കേതനെക്കുറിച്ചുള്ള തൻ്റെ കുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ ഈ ഇടയായി അവന് തന്നിൽ താല്പര്യക്കുറവുള്ള പോലെ തോന്നിച്ചു. രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ അവൻ കാര്യമില്ലാതെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുമായിരുന്നു. വായിക്കാലോ അല്ലേ? ബോറടിച്ചോ? ഇച്ചിരി വലിയ കഥയാതാ. അർദ്ധരാത്രിയിൽ കയറ് പൊട്ടിച്ചോടിയ ഒരു പശുവിൻ്റെ കരച്ചിൽ. ജാൻവിയുടെ വെള്ളാരം കണ്ണുകളിൽ നിന്നും അവന്ന് ചുട്ടുകൊഴുത്ത ചുവന്ന ലാവ കണക്കെ കണ്ണുനീർ ഒഴുകി പരക്കാൻ തുടങ്ങി. ഒരു പുഴയോളമായിട്ടും അവനിൽ തരിമ്പും മാറ്റമുണ്ടായില്ല. ഒരു ക്രിമിനൽ ലോയറിന്റെ ഗൗരവം വിട്ട് ഒരു ഉപദേശകനെ പോലെ ഷൗക്കത്തിന്റെ തുറന്ന ആകാശങ്ങളിലേക്കും ഖലീൽ ജിബ്രാനിലേക്കും വിരൽ ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ വെറുതെയെങ്കിലും അയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സ്നേഹം നമ്മെ ഉപേക്ഷിക്കലല്ല, മറിച്ച് നമ്മളിലേക്ക് കൂടുതൽ ആഴ്ന്നു പോകാനുള്ള സാന്നിധ്യമാകണം. ആരിലൊക്കെയോ എന്തിലൊക്കെയോ തങ്ങിപ്പോയതിനെ സ്വയം വിടർത്തി അവരവരായിരിക്കാനുള്ള ആകാശത്തെ പകരണം. അല്ലാതെ നമ്മിലേക്ക് വലിച്ചടിപ്പിക്കലോ അവരിലേക്ക് ചാഞ്ഞു വീഴലോ ആവരുത്. നാം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കുള്ള സ്നേഹം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം മനസ്സിലായ പോലെ അവൻ മെല്ലെ തലയാട്ടി. തൻ്റെ കണ്ണുകൾ എന്തോ ഉറപ്പിച്ച പോലെ അമർത്തി തുടച്ചു. അഡ്വക്കേറ്റ് തൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായൊരു തെളിവ് കിട്ടി. മരിച്ച സ്ത്രീയുടെ വീട്ടിൽ തൊഴുത്തിന് സമീപത്തായി പശുവിന് തീറ്റി കൊടുക്കാൻ കൊണ്ടുവരുന്ന വൈക്കോലിൽ നെന്മണികളുണ്ടെങ്കിൽ അത് തല്ലിക്കളയാൻ വച്ചിരിക്കുന്ന കരിങ്കല്ലിൽ ഉണങ്ങിയ രക്തക്കറ. ആ കല്ലിൽ തലയടിച്ചായിരിക്കണം ശോഭന എന്ന സ്ത്രീ മരിച്ചത്. പക്ഷെ എങ്ങനെ? പോലീസ് അന്വേഷണം വീണ്ടും തുടർന്നു. രക്തം ഫോറൻസിക് ടെസ്റ്റിന് അയച്ചു. തൊഴുത്തിൽ ഉണങ്ങിക്കിടന്ന ചാണകത്തിലും രക്തക്കറ കണ്ടെത്തി. നാട്ടുകാർ പല അഭ്യൂഹങ്ങളും നിരത്തി. 4 ആളുകൾ കൂടുന്നിടത്ത് ഇത് തന്നെയായി ചർച്ച. ഏതൊരാളുടെയും മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അവിടെ സ്ഥിരം വന്നു പോകുന്നവരെ കുറിച്ച് അന്വേഷിച്ച കൂട്ടത്തിലാണ് എന്നും രാവിലെ പശുവിനെ കറക്കാൻ അവിടെ വരുന്ന ഗോപാൽ എന്ന പയ്യനെ വക്കീൽ കണ്ടെത്തിയത്. പുലർച്ചെ 4 മണി. ആകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അവൻ പശുവിനെ കറക്കാൻ വീടുകളിൽ ചെല്ലുക. കാറ്റ് വീശുകയോ ഇലകൾ പൊഴിയുകയോ ചെയ്യാത്തൊരു പുലരയിലാണ് അത്ര പന്തിയല്ലാത്ത രീതിയിൽ അവൻ ഈ ചെമ്പമുടിക്കാരനെ അവിടെ കാണുന്നത്. നീ എന്താണ് ഈ സമയത്ത് ഇവിടെ? ഗോപാൽ ചോദിച്ചു. ദേഖാ നഹി, ഞാൻ സാഫ് കർ രഹേ. ചാണകം വാരി തൊഴുത്ത് കഴുകി വൃത്തിയാക്കുക എന്നാണ് അവൻ പറഞ്ഞത്. പിന്നീടും 1-2 തവണ തൊഴുത്തിന് സമീപം വെച്ച് അവൻ ആ കാഴ്ച കണ്ടു. ഒരു കാമുകിയെപ്പോലെ തൊട്ട് തലോടി സുന്ദരി പശുവിനെ കുളിപ്പിക്കുന്ന കേതൻ ഗോച്ചായത്തിന്
ഇടയ്ക്കിടെ കൊഞ്ചിക്കുന്നുമുണ്ട്, ചുംബിക്കുന്നുണ്ട്, സോപ്പ് തേച്ച് കുളിപ്പിക്കുന്നുണ്ട്, തണുത്ത വെള്ളം കൊണ്ട് അകിടിലെ മുലകളെ വീണ്ടും വീണ്ടും കഴുകി തലോടുന്നു. പാല് പിഴിഞ്ഞു കളഞ്ഞ് കൈവിരലുകൾ രുചിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഭ്രാന്തനെ പോലെ സുന്ദരി പശുവിൻ്റെ പുറകിൽ ചാരി നിന്ന് മൃഗങ്ങൾ തമ്മിൽ സംഭോഗം ചെയ്യുന്ന പോലെയുള്ള കാഴ്ചയാണ് കണ്ടത്. ഓ, എന്ത് ഭീകരമാണത്! അറയ്ക്കുന്ന കാഴ്ച. പേടിച്ചൊച്ച വയ്ക്കാൻ തുടങ്ങിയ ഗോപാൽ ഖേദൻ്റെ പൈശാചികമായ ചെമ്പൻ കണ്ണുകൾക്ക് മുന്നിൽ നിശബ്ദനായി. കിസിക്കോ ബോലാത്തോ മാർ ഡാലേഗ സാല. അറിയില്ലെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ കൊന്നുകളയുമെന്നാണെന്ന് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് അവൻ്റെ ചൂണ്ടുവിരലിൽ നിന്ന് മനസ്സിലായി. ശ്വാസം നേരെ വീണപ്പോൾ അവിടെ നിന്ന് ഒരു വിധമാണ് ഓടി രക്ഷപ്പെട്ടത്. ഒടുവിൽ എല്ലാവരെയും കുഴക്കിയ ആ കേസിൻ്റെ ചുരുളഴിഞ്ഞു. തെളിവെടുപ്പിന് നാട്ടുകാരുടെ മുന്നിലൂടെ കയ്യാമം വെച്ചു കൊണ്ടുവന്നപ്പോൾ ഖേദൻ തന്നെ എല്ലാം സമ്മതിച്ചു. മാനസിക വൈകൃതം ഒരു വലിയ ഫോബിയായി അവനെ ബാധിച്ചു തുടങ്ങിയിരുന്നു. മൃഗങ്ങളെ ക്രൂരമായ ലൈംഗിക വാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു അബ്നോർമൽ ഡിസീസിൻ്റെ മൂർധന്യ സ്റ്റേജിലായിരുന്നു അവൻ. കൊല നടന്ന ദിവസം അന്ന് രാവിലെ ശോഭന പതിവില്ലാതെ പശുവിൻ്റെ കരച്ചിൽ കേട്ടാണ് തൊഴുത്തിലേക്ക് വന്നത്. ഇനി വല്ല പാമ്പും തൊഴുത്തിൽ കയറിയിട്ടുണ്ടാകുമോ? പക്ഷേ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവൾ അവിടെ കണ്ടത്. പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ പേടിച്ചുറക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങിയ ആ സ്ത്രീയുടെ മൂക്കും വായും ബലമായി അവൻ പൊത്തിപ്പിടിച്ചു. നാട്ടുകാർ ഓടിക്കൂടിയാൽ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുമെന്ന് ഉറപ്പാണ്. ഉന്തും തള്ളുമായി പരസ്പരമുള്ള മൽപ്പിടുത്തത്തിനൊടുവിൽ ആ സ്ത്രീ തെറിച്ചു വീണത് വൈക്കോൽ തല്ലാൻ വെച്ച കരിങ്കല്ലിലേക്കായിരുന്നു. തലയോട്ടി തകർന്ന് ചോര വാർന്നു പോകാൻ തുടങ്ങി. അസ്തപ്രജ്ഞനായി കുറച്ചു നേരം അത് നോക്കി നിന്നെങ്കിലും പിടച്ചിൽ നിന്നപ്പോൾ മരിച്ചു എന്നുറപ്പാക്കി. ശവം വൈക്കോൽ കൊണ്ടുവന്ന ചാക്കിനകത്താക്കി ചുമന്ന് പറമ്പിന് സമീപത്തെ പൊട്ടക്കുളത്തിൽ കൊണ്ടുപോയിട്ടു. നേരം പുലർന്നപ്പോൾ അവരെ കാണാനില്ലെന്ന് അയൽക്കാരെ അറിയിക്കുകയും ചെയ്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. വിധി വന്നു. ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും. കാൽക്കീഴിൽ നിന്നും മണ്ണ് നീങ്ങി തുടങ്ങിയതുപോലെ തോന്നി ജാനവിക്ക്. ഇടയ്ക്ക് ഏതോ വലിയ കല്ല് വന്ന് തൻ്റെ കാലിൽ തട്ടി നിന്നു. വിരലിൽ ചോര പൊടിഞ്ഞു. ആ മുറിവിൽ പരൽമീനുകൾ വന്ന് കൊത്താൻ തുടങ്ങി. അവൻ അപ്പോഴും കടൽത്തിരകൾക്കപ്പുറത്ത് ചുവന്നു പഴുത്ത സൂര്യൻ താഴോട്ട് പതിക്കുന്നത് നോക്കി നിന്നു. ഓരോ ആലിംഗനത്തിലും 1000 ഓക്സിറ്റോസിനുകൾ ഉത്തേജിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടി ആ വെള്ളാരം കണ്ണുകൾ അയാളെ തേടി വന്നു. ഒരു മനോരോഗിയെ മനസ്സിലാക്കാനും മാത്രം അവൾ വളർന്നിരുന്നു. സാബ്, അവനെ വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല അല്ലേ? ജയിലിൽ പോകും മുമ്പേ അവൻ്റെ കൈകൊണ്ട് ഈ നെറുകയിൽ അല്പം സിന്ദൂരം ചാർത്തിത്തരാമോ? ഓക്സിറ്റോസിനുകൾ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് അതിശക്തമായി പ്രവഹിച്ചുവോ? വക്കീൽ വീണ്ടും തൻ്റെ ഗവേഷണത്തിലേക്ക്. എല്ലാവരും ഓടിക്കളഞ്ഞ ഇച്ചിരി വലിയ കഥയായിരുന്നു. പെട്ടെന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ തപ്പിയെടുത്തില്ലായിരുന്നു. അത് എൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബോറടിച്ചാ കഥ? ആരൊന്നും പറയുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ. പുസ്തകത്തിൽ വന്ന കഥയായതുകൊണ്ട് എല്ലാവരും വായിച്ചിട്ട്. എന്താ നോ റെസ്പോൺസ് ആണല്ലോ. ജിബിൻ, ഹായ് ജിബിൻ. നാരായണൻ സാർ, സാബുമോൻ, ഗോപി, തമ്മാൻ സാർ, നമസ്കാരം. അതെ, ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബാല്യകാല സുഹൃത്താണ്, ഒരു ബാലസാഹിത്യകാരിയാണ് സ്മിത. പുള്ളിക്കാരിയുടെ ഒരു കഥ ഇതുപോലെ വായിച്ചിരുന്നു. അത് കുട്ടികളുടെ കഥ ആയതുകൊണ്ട് ആ ഒരു സ്റ്റൈല് വായിച്ച് പോയപ്പോൾ ഇതിൽ വന്നു സംശയം. അത് മുത്തശ്ശി കഥ പോലെ കേൾക്കുന്ന പോലെ തോന്നി. ആ പുള്ളിക്കാരിയുടെ 2-3 കഥ ഇങ്ങനെ വായിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു ഫീൽ ഇതിലേക്ക് കയറി വന്നു. ഗോപി സാർ, പിന്നെ ഷാജഹാൻ കെ, നമസ്കാരം. എല്ലാവരും പോയാ? രാജേഷ് തുടക്കം വന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ 1-2 കവിത പാടി ലെവലാക്കി കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സായി ചേട്ടാ, ഇത് ഈ കഥയായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് കോൺവെർസേഷനൊക്കെ ഉള്ളൊരു കഥ വായിക്കണം എന്നാണ് വിചാരിച്ചത്. ഡേജാവു പക്ഷേ ഇതിനും കൂടെ ലെങ്ത്താണ്. അപ്പോൾ അത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു കവിത കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ആദ്യ പ്രണയത്തെക്കുറിച്ചുള്ള ഒരുപാട്
ഒരുപാട് ഹിറ്റായി പെയ്തൊഴിയാതെ പേജിൽ 64K വ്യൂവേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു കവിതയാണ്. സിന്ധു ഗോവിന്ദ് മനോഹരമായി പാടിയൊരു കവിതയാണ്. ഞാൻ വെറുതെ ഒന്ന് മൂളാം. എനിക്ക് പാടാനൊന്നും അറിയില്ല, എങ്കിലും ഒന്ന് മൂളാം. ഓർക്കാതിരിക്കുവാൻ. ഓർക്കാതിരിക്കുവാൻ വയ്യൻ്റെ പ്രണയമേ, ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ സ്വന്തം. ഓർത്തോർത്തിരിക്കുവാൻ നേരമില്ലെങ്കിലും ഓർമ്മകൾ മാത്രമാ നിന്റെ സ്വന്തം. ഓർക്കാതിരിക്കുവാൻ ആവില്ല ഹൃദയമേ, ഓമലേ നീ ഇന്ന് ആർക്ക് സ്വന്തം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒക്കെയും നീ എൻ്റെ ഓർമ്മയിൽ വിടരുമീ പൊൻവസന്തം. ഒടുവിൽ പിരിഞ്ഞു മ്പോഴെപ്പോഴോ തീർന്നൊരീ ഹൃദയസൗധം. ഒന്നിച്ചിരുന്നു നാം ഉണ്ടൊരാ ചോറിൻ്റെ കയ്യാൽ പകർന്നു നീ പ്രണയതീർത്ഥം. ഓരോരോ കൈവിരലുണ്ണുമ്പോഴും എൻ്റെ ഓരോ അണുവിലും നീ നിറയും. ഒരു മയിൽ പീലിയാൽ വർണ്ണജാലം തീർത്തു നീ വരയ്ക്കുന്നുവെൻ പ്രണയചിത്രം. ഒരു ചുംബനത്തിൻ സുഗന്ധമകറ്റിയോ നനവാർന്ന നിദ്രകൾ അന്നത്രമേൽ. ഒത്തിരിയേറിനി പറയുവാനുണ്ടോർത്തു ഓരത്തു വന്നു ഞാൻ കൺപാർക്കവേ. ഒട്ടുമേയൊതുങ്ങാത്ത മുടിയൊന്നൊതുക്കി നീ ചൊല്ലി, ഓമലേ വേണം നിന്നെപ്പോലൊരാൾ. നീട്ടിയ നിൻക്ഷണ പത്രിക മായാതെ അശ്രുകണങ്ങൾ വെറും ശിലകളായി. ഒഴുകുമീ ഉറവകൾ കൺപീലിയാൽ തേകി ഞാൻ സമ്മതം അന്നത്ര പോൽ. നെഞ്ചകം പൊട്ടിക്കരഞ്ഞു പോയെങ്കിലും നിന്നുപോയി ഏകയായി നിശ്ചേഷ്ടയായി. ചില്ലകൾ വാടി കരിഞ്ഞു പോയെങ്കിലും വാക കണ്ണീർ പൂക്കൾ. നീട്ടിയ കൈക്കുമ്പിളിൽ മുഖം ചേർത്തു നീ യാത്ര പറഞ്ഞുപോയി എന്തെളുപ്പം. കാലമെൻ കയ്യിൽ വിലങ്ങു തീർത്തപ്പോഴും കാതിൽ മുഴങ്ങും നിൻ ഈരടികൾ. കാലങ്ങളെത്ര കൊഴിഞ്ഞടർന്നെന്നാലും കാതോർത്തിരിപ്പൂ നിൻ കാലടികൾ. എന്തേ വിളിച്ചില്ല, എന്തേ നീ കണ്ടില്ല, എന്നെ മറന്നുവോ ഇന്നിത്ര നാൾ. എത്ര അകന്നാലും എത്ര വെറുത്താലും
എന്നെ മറക്കുവാൻ ആയിടുമോ? ഓർക്കാതിരിക്കുവാൻ വയ്യൻ്റെ പ്രണയമേ, ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ സ്വന്തം. ഓർത്തോർത്തിരിക്കുവാൻ നേരമില്ലെങ്കിലും ഓർമ്മകൾ മാത്രമാണെൻ്റെ സ്വന്തം. താങ്ക് യു. ഈ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കവിതയാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരും ഒരുപാട് ഇഷ്ടമുള്ള കവിത ആയതുകൊണ്ട് ചൊല്ലിയതാണ്. നിങ്ങളെ ബോറടിപ്പിച്ചു എന്നറിയാം. എന്നാലും ഇത്ര നേരം എന്നെ ശ്രവിച്ച് എൻ്റെ പൊട്ടക്കഥയും ഇതുപോലത്തെ കുറച്ച് പഴയ കവിതകളും കേട്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരോടും വന്നതിലും ലൈവ് കാണാൻ വന്നതിലും ഇനി കാണാൻ പോകുന്നവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്, സ്നേഹം, നന്ദി. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ഉങ്കുൽ ജോ. താങ്ക് യു.